വ്യത്യസ്ത തരം സംഭവങ്ങൾ ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലം ലോക ചരിത്രത്തിൽ നാം പഠിക്കാൻ പോകുന്നത് 12 ഡേ വാറിനെ കുറിച്ചാണ്. 12 ഡേ വാർ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 12 ദിവസങ്ങളിൽ നമ്മളെ ആകാംക്ഷയുടെയും ആശങ്കയുടെയും വേദനയുടെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയ ഇസ്രയേൽ ഇറാൻ ആക്രമണവും തിരിച്ചടിയും തുടർന്നുണ്ടായ അമേരിക്കൻ ആക്രമണവും എല്ലാം കൂടെ ചേർത്താണ് ഈ 12 ഡേ വാർ എന്ന് പറയുന്നത്. ഈ 12 ഡേ വാറിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് ഇന്ന് ലോകത്ത് ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം ചർച്ചകൾ അക്കാഡമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഒരു ചിന്താപരമായ ശേഷിയെ ഉണർത്തുന്നതിനും ഗുണകരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ 12 ഡേ വാറിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് വളരെ ഉന്നതരായ വ്യത്യസ്ത ഈ ഫോറിൻ പോളിസീസ് കൈകാര്യം ചെയ്യുന്നവർ, അമേരിക്കൻ പോളിസീസ് കൈകാര്യം ചെയ്യുന്നവർ, മിഡിൽ ഈസ്റ്റ് പോളിസി മേക്കേഴ്സിൻ്റെ അനലിസ്റ്റുകൾ ഒക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രൂപപ്പെടുത്തിയ ചില ചിന്തകൾ പങ്കുവെക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഈ 12 ഡേ വാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ട്രംപിനെ നെതന്യാഹു ശരിക്കും പിടിച്ചെടുത്തുകൊണ്ട് നടത്തിയ ഒരു യുദ്ധമായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. അതായത് ട്രംപിന് ഇതിനകത്ത് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. എന്ന് വെച്ചാൽ 13-ന് മുമ്പ്, ഈ ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് കൃത്യമായി യുദ്ധങ്ങളിൽ നിന്നൊരകലവും അതോടൊപ്പം തന്നെ നെതന്യാഹുവിൻ്റെ നടപടികളോട് അത്ര ഒരു സ്വീകാര്യമല്ലായ്മയും ഒക്കെയാണ് സൂചിപ്പിച്ച് മുന്നോട്ട് പോയത്. എന്നാൽ ഈ പറയുന്ന തങ്ങൾക്ക് കിട്ടിയ ഇൻ്റലിജൻസ് വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണെന്നും ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്നും അതുകൊണ്ട് ഇറങ്ങിയേ മതിയാവൂ എന്നുള്ള തരത്തിലേക്ക് ചാടി പുറപ്പെടുകയായിരുന്നു നെതന്യാഹു. അങ്ങനെ പുറപ്പെടുമ്പോൾ ഒപ്പം നിൽക്കേണ്ടി വന്ന കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാതിരുന്ന ഒരു അപ്രോച്ചാണ് ഈ 12 ഡേ വാറിൽ അമേരിക്ക സ്വീകരിച്ചത്. എന്നുവെച്ചാൽ ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റെജിം ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ വീണ്ടും പറഞ്ഞു അങ്ങനെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷകരമാണ് ലോകത്തിനെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം. പിന്നെ എളുപ്പം വന്ന് ഈ ന്യൂക്ലിയർ വിഷയത്തിൽ ഒരു കരാറിൽ ഒപ്പിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി കാണൂല. പിന്നെ പറഞ്ഞു പിന്നെ ഒരു പ്രതീകാത്മകമായുള്ള ആക്രമണം മാത്രമാണിത്, ആളുകളെ ഒന്നും ചെയ്യൂല, കാംനെയ്യെ ഒന്നും ചെയ്യൂല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ആശയങ്ങളാണ് അവർ സ്ട്രാറ്റജീസാണ് പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ മിലിറ്ററി ഇൻ്റലിജൻസുകാർ കൊടുക്കുന്ന റിപ്പോർട്ടാണെങ്കിൽ അതിനേക്കാൾ വിചിത്രമായതുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇറാൻ്റെ കയ്യിൽ അണുവായുധങ്ങളില്ല, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ശരിയായ വിവരങ്ങളില്ല, അല്ലെങ്കിൽ ആക്രമിച്ചതിന് ശേഷം അത് പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ വിവരങ്ങളാണ് എന്ന് വരുമ്പോൾ അമേരിക്കയ്ക്ക് കൃത്യമായി ഇതിലൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. നെതന്യാഹു യഥാർത്ഥത്തിൽ ഈ 12 ഡേ വാറിൽ ആഗ്രഹിച്ചു ഒരു റെജിം ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ ഗുണകരമാണ് എന്ന് ആലോചിച്ചെങ്കിലും ഇറാനെപ്പോലെ ശക്തമായ ഒരു പാരമ്പര്യവും പശ്ചാത്തലവും ആശയങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെ വളരെ പെട്ടെന്ന് ലോകത്തിൻ്റെ ആകെ പിന്തുണയില്ലാതെ, ഒരു മനസാക്ഷിയുടെ പിന്തുണയെങ്കിലും ഇല്ലാതെ ഇത്തരം ഒരു റെജിം ചേഞ്ചിന് പോകുന്നത് ഒട്ടും സാധ്യമായ കാര്യമല്ലെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞാണ് ആ റെജിം ചേഞ്ച് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ഭരണമാറ്റം എന്ന് പറയുന്ന ഒരു സംഗതിയെ പെരിയെ ആരും കാണാത്തതുപോലെ ഈ 12 ഡേ വാറിൽ താഴെ വെക്കുന്നത്. പിന്നെ ഈ 12 ഡേ വാറിലെ വലിയൊരു വിജയമായി പറയുന്നത് ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിലെ ആക്രമിച്ചു എന്നുള്ളതാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദം ആകെ ഈ ലോകത്തുന്നയിക്കുന്നത് ട്രംപും നെതന്യാഹുവും മാത്രമാണ്. അതല്ലാത്തവരെല്ലാം അത്തരത്തിൽ കാണുന്നതേയില്ല. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 400 കിലോ മാറ്റി എന്ന് ആണവോർജ ഏജൻസി അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 400 കിലോ 10 ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നതിന് മതിയായതാണ്. 10 എണ്ണം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയുന്ന ഒരു അഭിപ്രായമോ നിലപാടോ ഈ പറയുന്ന ആണവോർജ നിയന്ത്രണ ഏജൻസിക്ക് ഒന്നുമില്ല എന്നതാണ് സത്യം. ചുരുക്കത്തിൽ ഒരു ബലപരീക്ഷണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി എന്തോ നേടാൻ വേണ്ടി, നമ്മൾ സാറിന് പറയത്തില്ലേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനിക്കുകയായിരുന്നു ഈ 12 ഡേ വാർ. അതിലൊരു തൃപ്തിയല്ലായ്മ ഇതിനിടയിലുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എപ്പോഴും തങ്ങളുടെ ഇത്രയും സൈനിക മേധാവികളെ വധിച്ച ഇസ്രയേലിനോട് ഏത് സീസ് ഫയറിൽ ഒപ്പിട്ടാലും ഇറാൻ്റെ ഭരണകൂടം ഒരു തൃപ്തികരമായി സമാധാനപ്പെടില്ല. അപ്പോൾ തങ്ങളുടെ സൈനിക മേധാവികളെ ഈ സയനിസ്റ്റ്
സംഘം കൊന്നതിനോടുള്ള പകയും വൈരാഗ്യവും ഇറാൻ്റെ സൈന്യത്തിന് ഒരിക്കലും അവസാനിക്കില്ല. കാരണം ഇറാനിയൻ ഗാർഡ് ക്രോപ്സ് എന്നൊക്കെ പറയുന്നത് ഈ പക ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഏത് സമയവും അവരുടെ മനസ്സിലൊരു പ്രതികാരവും അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത ഒരു നിലപാടും ഒരു റിട്ടാലിയേഷനുള്ള ഒരു ഫീലും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്രയേലിനും. മൊസദിൻ്റെ ചാരക്കണ്ണുകൾ എല്ലായിടവും എത്തിയതിൻ്റെ ഒരു അവസ്ഥയെല്ലാം ബോധ്യപ്പെട്ടതാണ്. അവർക്ക് തൃപ്തികരമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവരും അസംതൃപ്തരാണ്. ചുരുക്കത്തിൽ ട്രംപ് പറഞ്ഞപ്പോൾ നിന്നു എന്നുള്ളതിനപ്പുറത്ത് ഇസ്രയേലും ഇറാനും അതൃപ്തരാണ് എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളി ഇതിൻ്റെ നടുവിൽ ഈ 12 ഡേ വാറിൻ്റെ ബാക്കിയായി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ചരിത്രം എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും.